ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ്, അങ്കാറ A5, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്, പ്രൊട്ടക്ടിങ് ഹിമാലയൻ എക്കോസിസ്റ്റം, സ്പേസ് ഡെബ്രീസ്. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ്. സോ ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ADB കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റിനെ കുറിച്ച് ADBയുടെ പുതിയൊരു റിപ്പോർട്ടിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 2024-25 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7% ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഹെൽത്തി ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും 2023-24 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.6% ആയിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും കുറവായിരിക്കും അടുത്ത വർഷത്തേക്കുള്ളത്, അതല്ലെങ്കിൽ ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള April 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ അടുത്ത വർഷം 2025-26 ആകുമ്പോഴേക്കും അത് വീണ്ടും 7.2% ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ADB കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ADB കുറിച്ച് ഡെയിലി ന്യൂസ് അനാലിസിന് അത് കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണത്. സോ ADB അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് 1966 നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ കോപ്പറേഷനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1966 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കുക. സോ 1966 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഇവരുടെ എയിം എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത് അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള കോപ്പറേഷൻ എന്നിവയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ADB ലോണുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് രാജ്യങ്ങൾക്ക്, മെമ്പർ സ്റ്റേറ്റുകൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഗ്രാൻഡുകൾ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ കമ്പനീസിനെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ പ്രൊജക്റ്റിന് മാത്രമല്ല, അതായത് ഗവൺമെന്റ് പ്രൊജക്റ്റുകൾക്ക് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റുകളെയും ഫണ്ട് ചെയ്യാറുണ്ട്. പബ്ലിക് സെക്ടർ പ്രൊജക്റ്റുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റുകൾ അതുപോലെ തന്നെ PPP മോഡലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ ഇവർ ഫണ്ട് ചെയ്യാറുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. കാരണം സാധാരണ രീതിയിൽ മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ യൂഷ്വലി പ്രൈവറ്റ് സെക്ടർ പ്രൊജക്റ്റുകൾ പലപ്പോഴും ഫണ്ട് ചെയ്യാറില്ല. ഓക്കെ, ഇനി ഈ ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനിലയിലാണ്. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മനിലയിലാണ് ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇതിനകത്ത് 68 രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഈ 68 മെമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് പേരെങ്കിലും ADBക്കകത്തുള്ള എല്ലാ അംഗങ്ങളും ഈ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നുള്ള രാജ്യങ്ങളല്ല. അപ്പൊ ഇതിനകത്തുള്ള ഈ 68 മെമ്പേഴ്സിൽ 49 മെമ്പേഴ്സ് മാത്രമാണ് ഏഷ്യയിൽ നിന്ന്, ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നുള്ളത്. അതുകൂടാതെ 19 മെമ്പേഴ്സ് ഔട്ട്സൈഡ് ഓഫ് ദി റീജിയനിൽ നിന്നാണ്. ഉദാഹരണത്തിന് വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രിട്ടൻ അതുപോലെ തന്നെ നെതർലാൻഡ്സ് ഒക്കെ പോലുള്ള രാജ്യങ്ങൾ, അതുകൂടാതെ ടർക്കി പോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ ADBയുടെ മെമ്പർ സ്റ്റേറ്റുകളാണെന്ന് മനസ്സിലാക്കുക. സോ ഈ റീജിയന്റെ പുറത്തു നിന്നുള്ള രാജ്യങ്ങളും ADBയിലെ അംഗരാജ്യങ്ങളാണ്. ഇനി ADBയുടെ ഒരു ഗവേണൻസിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ADBയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. ഇനി ഡിസിഷൻസ് എടുക്കുന്നത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു 1 കൺട്രി 1 വോട്ട് എന്നുള്ള സിസ്റ്റം അല്ല. ഈ IMF, വേൾഡ് ബാങ്ക് ഒക്കെ പോലെ തന്നെ ഒരു വെയ്റ്റഡ് വോട്ടിംഗ് സിസ്റ്റം ആണ്. അതായത് ബേസിക്കലി ഒരു രാജ്യത്തിന്റെ ഷെയർ ഹോൾഡിംഗ് എത്രയാണോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് പലപ്പോഴും ഇതിനകത്തുള്ള വോട്ടിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ADBയിൽ ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ അല്ലെങ്കിൽ അതിന്റെ തുടക്കം തൊട്ടേ ADBയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും ജപ്പാനുമാണ്. ഏകദേശം 15% ഈ രണ്ട് രാജ്യങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 30% വരും. അപ്പൊ ഈ അമേരിക്കയും ജപ്പാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബിഗ്ഗസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ADBയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ADB എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് ഇത്രയും കാലമായിട്ടും ADBയുടെ തലപ്പത്ത് എല്ലാ കാലത്തും ഇരിക്കാറുള്ളത് ജാപ്പനീസ് വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ജപ്പാൻകാരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഗവേണേഴ്സ് എല്ലാം തന്നെ ജപ്പാനിൽ നിന്നുള്ളവരാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി ADBക്ക് വേണ്ട ഫണ്ടിങ് വരുന്നത് മെമ്പർ കൺട്രീസിന്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ റിട്ടൈൻഡ് ആയിട്ടുള്ള ഏർണിംഗ്, ലോൺ റീപേയ്മെന്റിലൂടെ കിട്ടുന്ന വരുമാനം, ഇതൊക്കെയാണ് ADBയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ആണ്. സോ ഈ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്ത്യ 10ാം സ്ഥാനത്താണ് ഈ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിനകത്ത് ഇന്ത്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു 92ഓളം വരുന്ന ഇൻഡിപെൻഡന്റ് സൈബർ ക്രൈം എക്സ്പേർട്സ് ചേർന്നിട്ടാണ് ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ ആക്സസ്
പിയർ റിവ്യൂഡ് ജേണൽ ആയിട്ടുള്ള പ്ലോസ് 1 എന്ന് പറയുന്ന ഒരു ജേണൽ ഉണ്ട്. അതിലാണ് ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു ഇൻഡെക്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു ഇൻഡെക്സ് ആണിതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് 2024 സൈബർ ക്രൈം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കോസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെലവുകൾ എന്ന് പറയുന്നത് ഏകദേശം $9.22 ട്രില്യൺ ആണെന്നാണ് പറയുന്നത്. അത് 2028 ആകുമ്പോഴേക്കും 13.82 ട്രില്യൺ ആയിട്ട് ഉയരും എന്നും പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന സൈബർ ക്രൈമിനകത്ത് ഏറ്റവും അധികം സൈബർ ക്രൈം നടക്കുന്ന രാജ്യങ്ങളായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും റഷ്യയും യുക്രൈനുമാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യയാണ്, രണ്ടാം സ്ഥാനത്ത് യുക്രൈനാണ്. അത് കഴിഞ്ഞാൽ ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റൊമേനിയ, നൈജീരിയ പോലുള്ള രാജ്യങ്ങളാണ് ഇതിനകത്തുള്ള ഒരു 5 കാറ്റഗറീസ് പറയുന്നുണ്ട്. അതിനകത്ത് ടോപ്പ് 10-ലുള്ളത്. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 10ാമതായിട്ടാണ്. പക്ഷേ ഏറ്റവും അധികം സൈബർ ക്രൈംസ് നടക്കുന്നത് ഈ പറയുന്ന 10ഓളം രാജ്യങ്ങളിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും റഷ്യയും യുക്രൈനുമാണ് ഈ സൈബർ ക്രൈം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് സൈബർ ക്രൈം നടത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആങ്കറ A5 ആണ്. സോ ഈ ആങ്കറ A5 എന്ന് പറയുന്നത് റഷ്യയുടെ അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് കണ്ടക്ട് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12-നകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു റഷ്യൻ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ള, അപ്പോൾ റഷ്യയുടെയും US-ന്റെ ഒക്കെ കേസിൽ അവർ 2 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് 20,000 കിലോഗ്രാം വെയിറ്റ് ഉള്ള പേലോഡ് അല്ലെങ്കിൽ 20 ടൺ വെയിറ്റ് ഉള്ള പേലോഡ് ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസിനെയാണ് ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസിലൊന്നും ഇന്ത്യയുടെ കയ്യിൽ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾസ് ഇല്ല. ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ച് ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് LVM-3 ആണ്. അതിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ലോ എർത്ത് ഓർബിറ്റിൽ 10,000 കിലോഗ്രാം അല്ലെങ്കിൽ 10 ടൺ വെയിറ്റ് ഉള്ള പേലോഡ് എത്തിക്കാൻ അതിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ ഇരട്ടി പവർ ഉള്ളതായിരിക്കും ഈ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള മിനിമം റിക്വയർമെന്റ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിലവിൽ ഈ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയും ചൈനയും പിന്നെ അതുപോലെ തന്നെ US-ഉം മാത്രമാണ്. അപ്പോൾ റഷ്യ നിലവിൽ യൂസ് ചെയ്യുന്ന അവരുടെ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോൺ M എന്ന് പറയുന്ന ഒരു റോക്കറ്റാണ്. അത് പണ്ട് 1960s സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റ് വെച്ചിട്ട് ഇവർ കൂടുതലും വിക്ഷേപണങ്ങൾ നടത്താറുള്ളത് കസാക്കിസ്ഥാനുള്ള ബൈക്കന്നൂർ എന്ന് പറയുന്ന ഒരു കോസ്മോഡ്രോം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ്. അതായത് കസാക്കിസ്ഥാനിൽ നിന്ന് അത് റെന്റ് ഔട്ട് റിലീസ് ഔട്ട് ചെയ്തിട്ടാണ് ആ പ്രദേശം അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ള ഡിപ്പെൻഡൻസി കുറക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോട്ടോൺ M എന്ന് പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യാനായിട്ടുള്ള ഒരു റോക്കറ്റാണ്, 60കളിലെ ടെക്നോളജിയാണ്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനും റഷ്യയിൽ സ്വന്തമായിട്ട് ഒരു കോസ്മോഡ്രോം കൺസ്ട്രക്ട് ചെയ്യണം, അവിടുന്ന് ഒരു ഹെവി ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ സമയത്ത് 1991 റഷ്യ ഫോം ചെയ്ത സമയത്ത് റഷ്യ സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ശരിക്കും ഈ പറയുന്ന പെർട്ടിക്കുലർ റോക്കറ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. പക്ഷെ റഷ്യയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങൾ കാരണം ഇതൊരു 19 വർഷമായിട്ട് ഈ പ്രൊജക്ട് ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പേസ് ഫ്ലൈറ്റുകൾ ഇതിന്റെ 3ാമത്തെയോ 4ാമത്തെയോ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓപ്പറേഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു പോസ്റ്റ് സോവിയറ്റ് സ്പേസ് റോക്കറ്റ് ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡയമെൻഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 54.5 മീറ്റർ ഉയരമുള്ള ഒരു 3 സ്റ്റേജ് റോക്കറ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. 3 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്. അത് കൂടാതെ സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 773 ടൺ ആണ്. അതായത് അതുകൂടാതെ ഇതിന് 24.5 ടണ്ണ് സ്പേസിലേക്ക് ക്യാരി ചെയ്യാനുള്ള പേലോഡ് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ DTAA. സോ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും മൗറീഷ്യസും നമ്മളുടെ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് റിവൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 13-നകത്ത്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13-നകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഹിന്ദു എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13-ൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് എന്ന് മനസ്സിലാക്കുക. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾക്കിടയിൽ വരുന്ന ഒരു എഗ്രിമെന്റ് ആണ്, ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റ് ആണ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഇപ്പൊ US-ൽ വെച്ചിട്ട് അല്ലെങ്കിൽ US-ലുള്ള അയാൾക്കുള്ള ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ US-ലുള്ള ഷെയർ ഹോൾഡിംഗ് അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അയാൾ ക്യാഷ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിന് അദ്ദേഹം US-ന്ന് ജനറേറ്റ് ചെയ്ത ഇൻകം ആയതുകൊണ്ട് US-ൽ ടാക്സ് കൊടുക്കേണ്ടി വരും.
അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആയതുകൊണ്ട് ഇന്ത്യയിലും അയാൾ ഇതിനു വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സിംഗിൾ റവന്യൂവിന്റെ മുകളിൽ ഇയാൾ 2 സ്ഥലത്ത് ടാക്സ് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ, ഇത് പലപ്പോഴും ഈ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എക്സസീവ് ആയിട്ട് ടാക്സേഷൻ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുന്നതാണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്. അതായത് ഇത്തരത്തിൽ സമ്പാദിക്കുന്ന പണത്തിന് ഏതെങ്കിലും ഒരു ടാക്സ് ജൂറിസ്ഡിക്ഷനിൽ ടാക്സ് കൊടുത്താൽ മതി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് യൂഷ്വലി വർക്ക് ചെയ്യാറുള്ളത് ടാക്സ് പെയർ ഒരു രാജ്യത്ത് ജീവിക്കുകയും അയാളുടെ വരുമാനം ഉണ്ടാകുന്നത് മറ്റൊരു രാജ്യത്ത് നിന്ന് പോകുന്ന സമയത്താണ് പലപ്പോഴും ഈ ഡബിൾ ടാക്സേഷൻ ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പലപ്പോഴും ചില സമയത്ത് അത് കോംപ്രഹെൻസീവ് ആയിരിക്കും, അതായത് എല്ലാ സോഴ്സസ് ഓഫ് ഇൻകത്തിനെയും ഇതിലൂടെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ചില സമയത്ത് അത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻകത്തിന് മാത്രമായിരിക്കും ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഷിപ്പിംഗ്, എയർ ട്രാൻസ്പോർട്ട്, ഇൻഹെറിറ്റൻസ് പോലുള്ള കാര്യങ്ങളിൽ. നിലവിൽ നമ്മുടെ ഇന്ത്യക്ക് 80ഓളം രാജ്യങ്ങളുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രൊട്ടക്ടിങ് ഹിമാലയൻ എക്കോസിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ്. സോ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഈ ലഡാക്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്ന, അതുപോലെ തന്നെ ഒരു റാംസൺ മാക്സെ അവാർഡ് വിന്നറും ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്ന ഒരു സോനം വാങ്ചുക് എന്ന് പറയുന്ന ആള് കുറച്ച് ദിവസമായിട്ട് 21 ദിവസം ഈ അവിടുത്തെ ക്ലൈമറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ലഡാക്കിന് പ്രത്യേക പദവി കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഈ ഹിമാലയൻ റേഞ്ചസ്, എസ്പെഷ്യലി ലഡാക്കും ഉത്തരാഖണ്ഡും ഒക്കെ പോലുള്ള പ്രദേശങ്ങളിൽ നേരിടുന്ന ഇക്കോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഹിമാലയത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലാക്കുക. ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഏഷ്യയിലുള്ള പല രാജ്യങ്ങളുടെയും ഒരു മേജർ സോഴ്സ് ഓഫ് വാട്ടർ ആണ് ഹിമാലയസ് എന്ന് പറയുന്നത്. ഈ ഹിമാലയസിനെ പലപ്പോഴും വിളിക്കാറുള്ളത് തേർഡ് പോൾ എന്നാണ്. കാരണം നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഐസ് ക്യാപ്സ് ഉള്ള, അതായത് ഫ്രഷ് വാട്ടറിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഐസ് ക്യാപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഐസ് ക്യാപ്പുകൾ ഉള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട എല്ലാ റിവേഴ്സിന്റെയും സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്ലേഷ്യേഴ്സോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ലേക്കുകളോ ആണ്. ഇപ്പോൾ ഈ ഗംഗയാണെങ്കിലും ഇൻഡസ് ആണെങ്കിലും ബ്രഹ്മപുത്ര ആണെങ്കിലും ഇതിനൊക്കെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് വാട്ടർ ഇതാണ്. അപ്പൊ ഈ ഹിമാലയൻ എക്കോസിസ്റ്റത്തെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പല റിപ്പോർട്ടുകളും പറയുന്നത് 2050 ഒക്കെ ആകുമ്പോഴേക്കും ഈ ഗ്ലേഷ്യറുകളിൽ പലതും മെൽറ്റ് ചെയ്ത് തീരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ വാട്ടർ സോഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ പാകിസ്ഥാനൊക്കെ പോലുള്ള രാജ്യങ്ങൾ എൻറ്റയർലി ഈ ഹിമാലയൻ ബേസ്ഡ് റിവേഴ്സിനെ വെള്ളത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഹിമാലയാസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൗത്ത് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലൈമറ്റ് ബാരിയർ ആണ്. അതായത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലുള്ള വളരെ ഒരു കോൾഡ് ഡെസേർട്ട് ലൈക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിക് ലൈക്ക് ക്ലൈമറ്റ് നമ്മുടെ സൗത്ത് ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വരാതിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ഈ പറയുന്ന തണുത്ത കാറ്റിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു ക്ലൈമറ്റ് ബാരിയർ ആണ് ഈ ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. ഇപ്പോൾ ഹിമാലയൻ റേഞ്ചസിനകത്ത് വളരെ വലിയ ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അത് ഇപ്പോൾ കാശ്മീരിലുള്ള ഹിമാലയ പോലെ അല്ല നമ്മൾ സെൻട്രൽ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയല്ല നമ്മൾ അരുണാചൽ പ്രദേശിന്റെ ഒക്കെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്, ഒരുപാട് ഫ്ലോറയും ഫോണയും ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ വലിയൊരു ശതമാനവും ഹിമാലയൻ റേഞ്ചസിലാണ് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബോർഡർ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രശ്നബാധിതമായിട്ടുള്ള അതിർത്തികളിൽ ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനകത്തുള്ള കാശ്മീർ സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന ബോർഡർ, ഇന്ത്യയും നേപ്പാളും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബോർഡർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബോർഡേഴ്സ് എല്ലാം ഇന്ത്യയുടെ എൻറ്റയർ നോർത്തേൺ ബോർഡർ മൊത്തം വരുന്നത് ഈ ഹിമാലയാസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പൊ ഈ ലഡാക്കിൽ ജീവിക്കുന്ന അവിടെയുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഉത്തരാഖണ്ഡിലുള്ള കമോൺ, ഗോർവാൾ എന്നൊക്കെ പറയുന്ന ട്രൈബ്സ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നേപ്പാളിന്റെ ഒക്കെ സൈഡിൽ താമസിക്കുന്ന ഗൂർഖാസ്, അവരൊക്കെ ഹിസ്റ്റോറിക്കലി അവിടെ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സിവിലൈസേഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഇതുമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ സെക്ടറിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളിൽ മെജോറിറ്റിയും ഈ പറയുന്ന ഹിമാലയൻ റീജിയനിലാണുള്ളത്, ഉത്തരാഖണ്ഡിലും ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ആയിട്ട്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ഷന്റെ കേസ്, അത് മാത്രമല്ല ഈ ഏരിയാസ് ഒക്കെ വലിയ ഇതിൽ ടൂറിസത്തിനെ നമ്മൾ ആക്റ്റീവ്ലി പ്രൊമോട്ട് ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പോൾ കാശ്മീരിലൊക്കെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടൂറിസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹിമാലയത്തിന്റെ കേസിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസസ് എന്ന് പറയുന്നത്. ഇനി ഹിമാലയൻ റേഞ്ചസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്, ചാലഞ്ചസും കൺസേൺസും നോക്കിക്കഴിഞ്ഞാൽ
ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലാമിംഗ് റേറ്റിലുള്ള ഗ്ലേഷ്യർ മെൽറ്റിംഗ് ആണ്. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ ഗ്ലേഷ്യർ മെൽറ്റിംഗ് കൂടുന്ന സമയത്ത് പലപ്പോഴും ഇത് വലിയ ഇതിലുള്ള ഫ്ലഡിങ്ങിന് കാരണമാകാറുണ്ട്, എസ്പെഷ്യലി പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ. അതുപോലെ തന്നെ ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡൗൺ സ്ട്രീമിലേക്കുള്ള വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന നദികളിലൂടെ കിട്ടുന്ന വെള്ളം വലിയ ഇതിൽ കുറയാൻ കാരണമാകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡ്രോട്ട് ലൈക്ക് സിറ്റുവേഷൻ വരും, ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കും, ആളുകൾക്ക് ക്ലൈമറ്റ് റെഫ്യൂജീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, ഇപ്പൊ ഹിമാലയത്തിന്റെ പല മേഖലകളിലും എസ്പെഷ്യലി ഉത്തരാഖണ്ഡ് പോലുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് ലാൻഡ് സ്ലൈഡ്സ് നടക്കാറുണ്ട്. അതുകൂടാതെ ലാൻഡ് സബ്സിഡൻസ് പോലുള്ള ഇപ്പൊ ജോഷിമഠിലൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അതിനൊക്കെ ഈ ലാൻഡ് സ്ലൈഡിനൊക്കെ ഉള്ള ഒരു കാരണം, വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഹിമാലയം എന്ന് പറയുന്നത് ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സെസ്മിക് ആക്ടിവിറ്റീസ് കുറച്ച് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ലാൻഡ് സ്ലൈഡ്സും അതുപോലെ തന്നെ എർത്ത് ക്വിക്സും വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇപ്പൊ ഈ ഹിമാലയൻ റേഞ്ചസിനകത്തുള്ള ഇഷ്യൂസ് കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഡാം കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ ചൈന ബോർഡർ മേഖലയിൽ, അതിർത്തി മേഖലയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇപ്പൊ നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷനൊക്കെ ഒരുപാട് ടണൽസും അതുപോലെ തന്നെ ഹൈവേസും ഓൾ വെതർ റോഡ്സും ഒക്കെ ഈ ഏരിയാസിൽ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു എൻവയോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് കാരണമാകും. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ടൂറിസം, ഇപ്പോൾ ഈ ലഡാക്ക് ഉത്തരാഖണ്ഡ് പോലുള്ള പ്രദേശങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണ്. കാരണം ഈ ടൂറിസത്തിന് ഒട്ടും തന്നെ റെഗുലേഷൻസ് ഇല്ലാതെ വലിയ രീതിയിൽ അങ്ങോട്ട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു വർഷം വന്നു പോകുന്ന സമയത്ത് അത് ഈ പറയുന്ന വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഈ എക്കോസിസ്റ്റത്തിനകത്ത് വലിയ രീതിയിലുള്ള സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും, വലിയ രീതിയിലുള്ള പൊല്യൂഷന് കാരണമാകും. അത് മാത്രമല്ല ഇത് റിമോട്ടായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇത്രയധികം ആളുകൾ വരുന്ന സമയത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും മറ്റുള്ള ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണെങ്കിലും ഈ വേസ്റ്റ് ഒന്നും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന എൻവയോൺമെന്റിന് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം നശിക്കാൻ അത് കാരണമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് സെസ്മിക് ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞ എർത്ത് പോലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മിലിറ്ററൈസേഷൻ, അതായത് ലോകത്തിലെ തന്നെ ഹെവിലി മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള റീജിയൻസിലൊന്നാണ് ഈ ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയുടെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ ഈ എക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ് ഈ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോളാർ റീജിയന്റെ പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സിലൊന്നാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. പക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയനും കൂടിയാണ്. അപ്പൊ ഈ മിലിറ്ററൈസേഷൻ സ്വാഭാവികമായിട്ടും ഈ ഗ്ലേഷ്യർ മെൽറ്റിങ്ങിന്റെ ഒക്കെ തോത് കൂട്ടാൻ കാരണമാകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി ആക്ടിവിറ്റീസ് കൂടുമ്പോൾ ഇതുണ്ടാക്കുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റും ഒക്കെ വലിയ ഇതിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനും ആ എക്കോളജിനൊക്കെ തകർക്കാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആൻഡ് കൺസേൺസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്പേസ് ഡെബ്രീസിനെ കുറിച്ചാണ്. സോ സ്പേസ് ഡെബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്പേസിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് ആണ് സ്പേസ് ഡെബ്രീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ സാറ്റലൈറ്റുകൾ അതിന്റെ എക്സ്പയറി അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് അത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ എർത്ത് ഓർബിറ്റിൽ ചുറ്റാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റ്സിന്റെ ഫൈനൽ സ്റ്റേജിന്റെ ഒക്കെ ആ ഫൈനൽ സ്റ്റേജ് ഒക്കെ ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അതും ഈ പറയുന്ന സ്പേസിൽ എർത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് സ്പേസ് ഡെബ്രീസ് എന്ന് പറയാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ, അതായത് നമ്മുടെ ISROയുടെ ഒരു സീറോ ഓർബിറ്റൽ ഡെബ്രീസ് മൈൽ സ്റ്റോണിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പേസ് ഡെബ്രീസിന്റെ കേസിൽ ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നമ്മുടെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിനകത്ത് ഏകദേശം 7000-ഓളം ഓപ്പറേഷണൽ സാറ്റലൈറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ മില്യൺസ് ഓഫ് സ്പേസ് ഡെബ്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ സ്പേസ് ഡെബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേരിയിങ് സൈസിലായിരിക്കും. വളരെ ചെറിയ മിനിസ്ക്യൂൾ സൈസിലുള്ള സാധനങ്ങൾ തൊട്ട് വളരെ വലുപ്പമുള്ള സാധനങ്ങൾ വരെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഒരു 10 സെന്റിമീറ്റർ കൂടുതൽ വലുപ്പമുള്ള ലോ എർത്ത് ഓർബിറ്റിലുള്ള സ്പേസ് ഡെബ്രീസ് എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും 60,000 ആയിട്ട് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്പേസ് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതോറും ഓൾറെഡി ഈ പറയുന്ന ലോ എർത്ത് ഓർബിറ്റ് ഒരു ക്രൗഡഡ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ സ്പേസ് ഡെബ്രീസും കൂടി വരുന്ന സമയത്ത് ഇതിനെ ഈ പറയുന്ന സാറ്റലൈറ്റുകൾക്കൊക്കെ നാശനഷ്ടം വരാനും സ്പേസ് ആക്ടിവിറ്റീസിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനും ഇതൊരു കാരണമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്ന് കൊലീഷൻ റിസ്ക് ആണ്. അതായത് ഈ പറയുന്ന അൺകൺട്രോൾഡ് ആയിട്ട് രീതിയിൽ വരുന്ന സ്പേസ് ഡെബ്രീസ് സാറ്റലൈറ്റുകളിൽ വന്നിടിച്ചിട്ട് സാറ്റലൈറ്റുകൾക്ക് നാശനഷ്ടം വരുത്താനും അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ തകരാനൊക്കെ കാരണമാകും. മറ്റൊന്ന് ഒരു കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ സ്പേസ് ഡെബ്രീസ് കൂടുതൽ ഡെബ്രീസിന് കാരണമാവും എന്ന് പറയുന്നതാണ് കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു സ്പേസ് ഡെബ്രി വന്ന് ഒരു സാറ്റലൈറ്റ് ഇടിക്കുന്ന സമയത്ത് ആ സാറ്റലൈറ്റ് തകർന്നു കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റ് ഒരു സ്പേസ് ഡെബ്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ സ്പേസ് ആക്ടിവിറ്റീസിന് ഇത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, എസ്പെഷ്യലി ഈ പറയുന്ന റോക്കറ്റിന്റെയും അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റുകളുടെയൊക്കെ, ഇപ്പൊ റോക്കറ്റുകളുടെയൊക്കെ ഫൈനൽ സ്റ്റേജ്, ഈ റോക്കറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സാറ്റലൈറ്റുകളുടെയും അകത്തും യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഹൈലി ടോക്സിക് ആണ്. അപ്പൊ ഈ സ്പേസ് ഡെബ്രീസ്, ഇത് ലോ എർത്ത് ഓർബിറ്റിലുള്ള സ്പേസ് ഡെബ്രീസ് എന്ന് പറയുന്നത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോഴേക്കും ഇത് ഗ്രാജുവലി ഡിസെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം പതുക്കെ തിരിച്ച് വീഴാൻ തുടങ്ങും. അങ്ങനെ വീഴുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഇത് ഭൂമിയിൽ വന്ന് വീഴുന്ന സമയത്ത് ഈ പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം നമ്മുടെ എർത്തിലേക്ക് വരുന്ന സമയത്ത് അത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഈ പറയുന്ന ഈ റോക്കറ്റ്സിന്റെ ഒക്കെ അപ്പർ സ്റ്റേജ് ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആവാതെ ഭൂമിയിലേക്ക് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ജനവാസ മേഖലകളിലാണ് വീഴുന്നതെങ്കിൽ അത് എക്കണോമിക് ഇമ്പാക്ട്, എക്കണോമിക് ലോസും അതുപോലെ തന്നെ ആളുകളുടെ ജീവന് വരെ നഷ്ടം വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ചൈനയുടെ ഒക്കെ ചില റോക്കറ്റുകളുടെ ഒക്കെ കേസിൽ വലിയ ഇതിൽ വിവാദമാവുന്നത് ഈ ഒരു കേസാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു ആക്റ്റീവ് ഡെബ്രീസ് റിമൂവൽ ആണ്. അതായത് ഇത്തരത്തിലുള്ള സ്പേസ് ഡെബ്രീസിനെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ജപ്പാനിലുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണ് ആസ്ട്രോസ്കെയിൽ എന്ന് പറയുന്നത്. അവരുടെ ഒരു റോബോട്ടിക് ആംസ് മെഷീൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്പേസ് ഡെബ്രീസിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചൈനയുടെ ഒറിജിൻ സ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്. അവർ ഈ പറയുന്ന നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്പേസ് ഡെബ്രീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഈ നമ്മുടെ PSLV റോക്കറ്റുകളുടെ ഫൈനൽ സ്റ്റേജ് ഒരു ബേസിക്കലി ഒരു ടെസ്റ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള റീ എൻട്രി ഓഫ് ഡിഫൻസ് സ്പേസ് ക്രാഫ്റ്റുകൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യും, അത് എർത്തിലേക്ക് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് കൺട്രോൾഡ് ആയിട്ട് റീ എൻട്രി ചെയ്യാൻ നോക്കും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറക്കാൻ പറ്റും. ISROയുടെ അത്തരത്തിലുള്ള മിഷൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള സ്പേസ് ഡെബ്രീസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് സർവൈലൻസിൽ വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്പേസ് സിറ്റുവേഷൻ അവയർനെസ്. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് സാറ്റലൈറ്റ് ഡിസൈൻ, അതായത് ഇത്തരത്തിൽ സ്പേസ് ഡെബ്രീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറച്ചുകൊണ്ടുള്ള സാറ്റലൈറ്റ് ഡിസൈൻസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സേഫ് ആയിട്ടുള്ള ഡിസ്പോസൽ ഓഫ് സ്പെൻഡ് റോക്കറ്റ് സ്റ്റേജസ്, അപ്പർ സ്റ്റേജസ്, സാറ്റലൈറ്റ് ഡിപ്ലോയ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിൽ കൊളാബറേഷൻ ഉണ്ടാക്കി ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇന്റർനാഷണൽ എഫേർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നൊരു ഇന്റർ ഏജൻസി സ്പേസ് ഡെബ്രീസ് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പൊ അത് ബേസിക്കലി ഈ സ്പേസ് ഡെബ്രീസ് മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുകയും അത് റെക്കമെൻഡേഷൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഇതിനകത്തുള്ള മെമ്പർ കൺട്രീസിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഇന്റർ ഏജൻസി സ്പേസ് ഡെബ്രീസ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കൊളാബറേഷൻ എൻഹാൻസ് ചെയ്യലാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അല്ലെങ്കിൽ ESAയുടെ ഒരു സീറോ ഡെബ്രീസ് ചാർട്ടർ ഉണ്ട്. അത് 2030 ആകുമ്പോഴേക്കും ഈ സ്പേസ് ഡെബ്രീസ് സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. കോർഡിനേറ്റഡ് ആക്ഷനിലൂടെയും റിസർച്ചിലൂടെയും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലൂടെയും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാസയുടെ ഒരു ഓർബിറ്റൽ ഡെബ്രീസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതായത് ബേസിക്കലി ഈ സ്പേസ് ഡെബ്രീസിനെ ട്രാക്ക് ചെയ്യുക, അത് മിറ്റിഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അല്ലെങ്കിൽ JAXAയുടെ കൊമേഴ്ഷ്യൽ റിമൂവൽ ഓഫ് ഡെബ്രീസ് ഡെമോൺസ്ട്രേഷൻ CRD2 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അത് സ്പേസ് ഡെബ്രീസിനെ, സ്പേസ് ജങ്കിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇന്റർനാഷണൽ എഫേർട്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു.